Good morning, all. Today we are starting a new academic year. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലേ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. എന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പം ഞാനാണ് നിങ്ങളുടെ ക്ലാസ്സിലെ മെൻറ്റർ. അതുമാത്രമല്ല, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് വിത്ത് C++ പഠിപ്പിക്കുന്നതും ഞാനാണ്. അപ്പോൾ അന്ന് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ കുറേ പേര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ഷാഹിന. ഞാനാണ് നിങ്ങളെ CPP ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ അറ്റൻഡൻസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അറ്റൻഡൻസിൻ്റെ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അറ്റൻഡൻസിൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, അറ്റൻഡൻസ് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് മറക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡൻസ് ഫില്ല് ചെയ്യുക. അതുമാത്രമല്ല, ഞാൻ തന്ന നോട്ട്സൊക്കെ നിങ്ങൾ എഴുതി ഞാൻ വിചാരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നോട്ട് ചെക്ക് ചെയ്യും. അപ്പം ഈ നോട്ടൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. ഒരു ഡിസ്കഷൻ ഡേ വരുന്നുണ്ട്. അന്ന് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. സോ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇന്ന് പഠിക്കുന്ന കുറച്ച് കാര്യം, ഇന്ന് കൂടുതലായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല, ആകെ 2-3 ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് ഇന്ന് ഞാൻ C++ൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഒരു പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അത് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. വാട്ട് ഈസ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ പോപ്പ്. അതുപോലെ തന്നെ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ദാറ്റ് ഈസ് പോപ്പും ഓപ്പും. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. അതുപോലെ തന്നെ ഒരു ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്സ്, ഇത്രയും ടോപ്പിക്സാണ് എടുക്കാൻ. അപ്പം നിങ്ങൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താ? എനിവൺ ആർക്കെങ്കിലും അറിയാം? പ്രൊസീജിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അതിൻ്റെ എക്സാമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലൈക്ക് ഊപ്പ്, ഇത് രണ്ടും എന്താണ്? 2 പ്രോഗ്രാമിംഗ് പാരാഡിഗമാണ്. ഓക്കെ, 2 പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസാണ്. ആര്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. അപ്പോൾ നമുക്ക് എന്താ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നോക്കാം. ഓക്കെ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ POP. ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ C പ്രോഗ്രാം പഠിക്കുന്നുണ്ട്. C പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ? C പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. C ആരെ ഡെവലപ്പ് ചെയ്തേ? ഓഫ് കോഴ്സ് ഡെന്നിസ് റിച്ചി അറ്റ് AT&T ബെൽ ലാബിലാണ് C വന്നത്. C ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തത് C ലാംഗ്വേജിലാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാനും കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ വാട്ട് ഈസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, the programs are divided into smaller blocks and each block is called as എന്താ? ഓരോ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഓരോ ബ്ലോക്കിനും പറയുന്ന പേരാണ് എന്ത്? ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ദ മെയിൻ പ്രോഗ്രാംസ് ആർ subdivided into different forms and these forms are called as functions. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താ? ഫങ്ഷൻ, വാട്ട് ഈസ് എ ഫങ്ഷൻ? നമ്മൾ ഓരോ ഫങ്ഷന് പാർട്ടിക്ക് പോകുന്ന ഫങ്ഷനല്ല, നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ അല്ലെ C പ്രോഗ്രാമിങ്ങിൽ അല്ലെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഫങ്ഷൻസ് ഈസ് യൂസ്ഡ് ടു പെർഫോം എ ഗിവൺ ടാസ്ക്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ടേമാണ് എന്ത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻസ് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് C പ്രോഗ്രാമിങ്ങിലൊക്കെ? ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, മെയിൻ ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും നമ്മൾ പറഞ്ഞ പോലെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എല്ലാ പ്രോഗ്രാംസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ പാർട്സായിട്ട്. ഓരോ പാർട്സിനും പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്?
നമ്മളൊന്ന് പറഞ്ഞു സി ആണൊന്ന്, വേറൊന്ന് കൊബോൾ. കൊബോൾ എന്ന് പറയുന്ന വേറൊരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്. വേറെന്താ? ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേറ്റർ ആണ് ഫോർട്രാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വേറൊരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ സം ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മീൻസ് ദ കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ് സച്ച് എസ് COBOL, FORTRAN and C. Mainly the procedure oriented programming consists of writing a list of instructions. ഈ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു ഞാൻ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ പോപ്പ് ആണ് ഈ പറയുന്ന 6 മെയിൻലി പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്ന ഒരു 6 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ഇറ്റ് എംഫസിസ് ഓൺ ഡൂയിങ് തിങ്സ്. ഡൂയിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന വേറെ പേരാണ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. നിങ്ങൾ സി പ്രോഗ്രാമിംഗ് ലാബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് ഫണ്ടമെൻറ്റൽസ് പഠിപ്പിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്താ ഒരു ഫ്ലോ ചാർട്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്? അൽഗോരിതം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം സി പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള എന്തിനാണ്? ഇറ്റ് എംഫസിസ് ഓൺ ഡൂയിങ് തിങ്സ് ഓർ അൽഗോരിതം. അൽഗോരിതം റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പ്രോഗ്രാം എഴുതുകയാണോ ഫസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാംസിനെ അൽഗോരിതം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് വൺ ഓഫ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ലാർജ് പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്മോളർ പ്രോഗ്രാംസ് നോൺ ആസ് ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാംസിനെയൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആക്കുന്നുണ്ട്. ഈച്ച് പാർട്സ് ഈസ് നോൺ ആസ് എന്ത്? ഫങ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ 2 പോയിന്റ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ അൽഗോരിതം റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത് പ്രോഗ്രാംസിനെ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് ഷെയർ ഗ്ലോബൽ ഡാറ്റ. സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂടുതലും ഫങ്ഷൻസ് ഗ്ലോബൽ ഡാറ്റ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഗ്ലോബൽ ഡാറ്റ എന്ന് വെച്ചാൽ എന്താ ഒരു ലോക്കൽ ഡാറ്റയും ഇതൊരു ഗ്ലോബൽ ഡാറ്റയും. ഗ്ലോബൽ ഡാറ്റ എന്ന് പറയുന്നത്, ഗ്ലോബൽ ഡാറ്റാസ് ആർ ദ ഡാറ്റാസ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവർ ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ഏത് പാർട്സിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസിനാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ എന്ന് പറയുന്നത്. ഗ്ലോബൽ ഡാറ്റ. ലോക്കൽ ഡാറ്റയോ? ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ, ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ, അതിൽ മാത്രമായിരിക്കും ലോക്കൽ ഡാറ്റേൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻ ഷെയർ ഗ്ലോബൽ ഡാറ്റ. അപ്പോൾ സി പ്രോഗ്രാം അല്ലെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡാറ്റ എന്നും നമുക്ക് ഫങ്ഷൻസ് എന്നും ഷെയർ ചെയ്യുന്നത് ഗ്ലോബൽ ഡാറ്റാസിനെ ആയിരിക്കും, നോട്ട് ലോക്കൽ ഡാറ്റ. ഇത് മാത്രം നോക്കിയാൽ മതി. ഫങ്ഷൻസ് ഷെയർ ചെയ്യുന്നത് ഗ്ലോബൽ ഡാറ്റേനെയാണ്, ലോക്കൽ ഡാറ്റേനെ അല്ല. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ മൂവ് ഓപ്പൺലി അറൗണ്ട് ദ സിസ്റ്റം ഫ്രം ഫങ്ഷൻ ടു ഫങ്ഷൻ. അതായത് ഡാറ്റാസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് ഫങ്ഷൻസിൽ നിന്ന് വേറെ ഫങ്ഷൻസിലേക്ക് ഡാറ്റ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഗ്ലോബൽ ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഒരു ഫങ്ഷൻസിൽ നിന്ന് വേറെ ഫങ്ഷനിലേക്ക് ഫ്രീ ആയിട്ട് ഡാറ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതിൽ? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഫങ്ഷൻസ് ട്രാൻസ്ഫോം ഡാറ്റ ഫ്രം വൺ ഫോം ടു അനദർ. ഇത് ഫങ്ഷൻസിന് ഡാറ്റയെ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും, മീൻസ് മൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഗ്ലോബൽ ഡാറ്റ ആയതുകൊണ്ട് ഡാറ്റ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് നമുക്ക് ഫങ്ഷൻസിനെ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി ആറാമത്തെ പോയിന്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ദാറ്റ് ഇറ്റ് എംപ്ലോയ്സ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഇൻ പ്രോഗ്രാം ഡിസൈൻ. നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എഴുതാം. ഇപ്പോൾ രണ്ട് നമ്പറുകൾ നമുക്ക് സം ചെയ്യണം. അതിൽ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽ കൊടുക്കും, സിയിൽ #include stdio.h അങ്ങനെ കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്താ എഴുതുന്നത്? മെയിൻ ഫംഗ്ഷൻ അല്ലേ, വോയിഡ് മെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മൾ എന്താണോ സം ചെയ്യേണ്ടത് അതിൻ്റെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് എന്തിനുള്ളത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ടോപ്പ് ഡൗൺ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷന് നമ്മൾ ആദ്യം കൊടുക്കും, അതിനുശേഷം അതിൻ്റെ സബ് ഫംഗ്ഷന്, പിന്നെ അതിൻ്റെ സബ് ഫംഗ്ഷന്, അങ്ങനെ എഴുതി പോകുന്നതിനാണ് എന്ത് പറയുന്നത്? ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലൈക്ക് സിയിൽ നമ്മളെന്നും പ്രോഗ്രാം എഴുതുമ്പോൾ ഇപ്പോൾ #include കൊടുത്തു. #include നിങ്ങൾക്ക് അറിയാമല്ലോ, #include അങ്ങനെയൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ വോയിഡ് മെയിൻ എഴുതും. വോയിഡ് മെയിൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഓൾസോ എ മെയിൻ ഫംഗ്ഷൻ അല്ലേ. നമ്മളെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് എന്ത്? വോയിഡ് മെയിൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അതിൻ്റെ സബ് ഫംഗ്ഷൻ. വോയിഡ് ഇപ്പോൾ സമ്മോ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിനെന്ത് പറയും? ഇത് ടോപ്പ്, ഇത് ബോട്ടം അല്ലെങ്കിൽ ഡൗൺ എന്ന് പറയും. ടോപ്പ് ഡൗൺ ഫാഷനിലാണ് വരുന്നത്. അതായത് മേജറായിട്ട് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത് മെയിൻ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അതിൻ്റെ സബ് പ്രോഗ്രാംസ് അല്ലെ സബ് പാർട്സിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സി പ്രോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്താണ്? ഒരു ടോപ്പ് ഡൗൺ ഫാഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സി പ്രോഗ്രാം, കൊബോളൊക്കെ എക്സാമ്പിളാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാംസിനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്ന ഇൻ ദ ഫോം ഓഫ് ഫംഗ്ഷൻസ് ആണ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഒന്നാമത്തത് തന്നെ ഇറ്റ് എംഫസിസ് ഓൺ ഡൂയിങ് തിങ്സ് അല്ലെങ്കിൽ അൽഗോരിതത്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. രണ്ടാമത്തത് ലാർജ് പ്രോഗ്രാംസിൻ്റെ ഫംഗ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താ പറയുന്നു? ഫംഗ്ഷൻസ് എന്നും ഷെയർ ചെയ്യുന്നത് ഗ്ലോബൽ ഡാറ്റയാണ്, നോട്ട് ലോക്കൽ ഡാറ്റ. അപ്പോൾ ഗ്ലോബൽ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി അടുത്തത് ഡാറ്റ ഫ്രീ ആയിട്ട് ഒരു ഫംഗ്ഷന് വേറെ ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഗ്ലോബൽ ഡാറ്റ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ അടുത്ത ഡാറ്റയെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ഫോളോസ് എന്ത് അപ്രോച്ചാണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇത്രയാണ് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ OOP എന്ന് പറയും, OOP. ഓക്കെ, നമ്മൾ സി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു. അതിനെ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ആ വേർഡിൽ തന്നെ നോക്കുക, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജിയർ മീൻസ് പ്രൊസീജിയറിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ പ്രൊസീജിയർ തന്നെയാണ് ആക്ച്വലി എന്ത് ഫംഗ്ഷൻസിന് പറയുന്ന വേറൊരു പേരാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊസീജിയറിനാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനാണ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? വി ആർ ഗിവിങ് എംഫസിസ് ഓൺ ഒബ്ജക്റ്റിനാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഈസ് ഓൺ ഒബ്ജക്റ്റ്. അപ്പോൾ എന്താ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഫംഗ്ഷൻസിനല്ല നമ്മൾ കൊടുക്കുന്നത്, ഒബ്ജക്റ്റിനാന്ന് പറഞ്ഞു. ഇനി എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ റിയൽ വേൾഡിൽ കാണുന്ന ഓരോ ഐറ്റംസിനെയും നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ പെണ്ണ് കാണുന്നുണ്ട്, ബുക്ക് കാണുന്നുണ്ട്, ഡെസ്ക് കാണുന്നുണ്ട്, ഒരു ഫ്ലവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കാണുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പം ഒബ്ജക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ആൻ എൻറ്റിറ്റി. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഒബ്ജക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി. ദാറ്റ് ഈസ് നമ്മളിനി പറഞ്ഞു വരുന്നുണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് നമ്മൾ കാണുന്ന എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വിച്ച് വി ആർ സീയിങ് ഈസ് കോൾഡ് ആസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് നമ്മൾ ജസ്റ്റ് കാണുന്നു മാത്രമല്ല, അതിന് രണ്ട് പെക്യുലാരിറ്റിയും കൂടി ഉണ്ടാവണം. ദാറ്റ് ഹാസ് എന്താണ് സം പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയർ ഉള്ളതിനൊക്കെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ
ഒരു പെന്നാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ പെന്നിൻ്റെ പ്രോപ്പർട്ടി എന്താ, പെന്നിനെ വെച്ച് നമുക്ക് റൈറ്റ് ചെയ്യാം. അതിൻ്റെ ബിഹേവിയറൊക്കെ എങ്ങനെ പറയാം, അതിന് കളറുണ്ട്, നമുക്ക് റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ ലെങ്ത്ത്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എംഫസിസ് ഓർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണ്. എന്നാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, പ്രൊസീജിയറിനാണ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ നേരത്തെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സം ഫീച്ചേഴ്സ്, അതായത് നമ്മൾ ഇനി പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് തമ്മിൽ ഒരു കമ്പാരിസനാണ് നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞു, അവിടെ നമ്മൾ അൽഗോരിതത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അൽഗോരിതത്തിനാണ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒബ്ജക്റ്റിനാണെന്ന് പറഞ്ഞു. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഡാറ്റയല്ല, ആക്ച്വലി ഒരു ഡാറ്റയാണ്, ആക്ച്വലി ഒരു തിങ് അല്ലെങ്കിൽ ഒരു ഡാറ്റ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എല്ലാത്തിനും ഒരേ മീനിങ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ഈസ് ദാറ്റ് ഇറ്റ് എംഫസിസ് ഓൺ ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയർ അല്ലേ. അതായത് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡാറ്റയ്ക്കാണ്, എന്തിനല്ല, പ്രൊസീജിയറോ അല്ല ഫങ്ഷൻസിനോ അല്ല, ഏത് ഡാറ്റയിലാണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ആ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത്തത്, പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു വാട്ട് ആർ നോൺ ആസ് ഒബ്ജക്ട്സ്. അവിടെ നമ്മൾ പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആയിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഒബ്ജക്ട്സ് ആയിട്ടാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് പ്രോഗ്രാം ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ CPP പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തത്, data structures are designed such that they characterize the object. ഓക്കെ, ഇവിടെ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതായത് ഡാറ്റയുടെ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമാറ്റിലാണ്, ഒബ്ജക്റ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തത്, ഫങ്ഷൻസ് ദാറ്റ്സ് ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ഓഫ് എൻ ഒബ്ജക്റ്റ് ആർ ടൈഡ് ടുഗദർ ഇൻ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന രീതിയിലാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫങ്ഷൻസും എങ്ങനെയായിരിക്കും, ഈ ഒബ്ജക്റ്റിനെ ടൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫങ്ഷൻസിനെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെന്ന് വെച്ചാൽ, ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഓക്കെ, നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത്, ഗ്ലോബൽ ഡാറ്റയാണ്. ഗ്ലോബൽ ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഡാറ്റ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സെക്യൂർ ആണോ, അല്ല. എന്തുകൊണ്ടാണ്, ഡാറ്റ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡാറ്റ അത്ര സെക്യൂർ ആണോ, അല്ല. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡാറ്റ എന്ന് പറയുന്നത് ഹിഡൻ ആണ്. അതായത് നമ്മൾ കുറേ സ്ഥലത്ത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റയെ എക്സ്റ്റേണൽ യൂസറിന് പെട്ടെന്ന് എക്സ്റ്റേണൽ ഫങ്ഷൻസിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു അഡ്വാൻറ്റേജ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ഓക്കെ, ഇവിടെ ഒബ്ജക്ട്സിന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫങ്ഷൻസ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റ ഗ്ലോബൽ ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷനിന് വേറെ ഫംഗ്ഷനിലേക്ക് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡാറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഒബ്ജക്ട്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഫങ്ഷൻസ് വേണം. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഡാറ്റ ഗ്ലോബൽ അല്ല, അതുകൊണ്ട്. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിൻറ്റ്, ന്യൂ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ക്യാൻ ബി ഈസിലി ആഡഡ് വെൻ എവർ നെസസറി. എപ്പോഴൊക്കെയാണോ നമുക്ക് പുതിയ ഡാറ്റ അല്ല ഫങ്ഷൻസ് വേണ്ടത്, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റത്തെ, ഇറ്റ് ഫോളോസ് ബോട്ടം അപ്പ് പ്രോഗ്രാം ഡിസൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ടോപ്പ് ഡൗൺ ആണ് ഇവിടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ്, അതിന് നേരെ ഓപ്പോസിറ്റാണ് ആര്, ഇവിടെ ബോട്ടം അപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെയാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുന്നത്. നേരത്തെ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ താഴെ സബ് ഫംഗ്ഷനിലേക്ക് വരുന്നത്, ടോപ്പ് ഡൗണിൽ. ഇവിടെ നേരെ തിരിച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എംഫസിസ് ഓൺ ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയർ, ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, ഫങ്ഷൻസിനല്ല. പിന്നെ പ്രോഗ്രാംസ് ആർ ഡിവൈഡ് ഇൻറ്റു വാട്ട് വി ആർ നോൺ ആസ് ഒബ്ജക്റ്റ് ആയിട്ടാണ് പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡാറ്റ സ്ട്രക്ചർ ആർ ഡിസൈൻ സച്ച് ദാറ്റ് ദേ ക്യാരക്ടറൈസ് ദ ഒബ്ജക്റ്റ്. ഫങ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ഓഫ് എൻ ഒബ്ജക്റ്റ് ആർ ടൈഡ് ടുഗദർ ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ. 5. Data is hidden and cannot be accessed by external functions. Objects may communicate with each other through functions. New data and functions can easily be added whenever necessary and follows bottom-up approach. Okay, അപ്പം ഇത്രയാണ് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനെയും പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് നോക്കാം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക്, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റത്തെ ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സിൽ ഉള്ളതെന്ന് പറയാം. ഓക്കെ, മെയിൻലി ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, മെസ്സേജ് പാസിംഗ്, പോളിമോർഫിസം ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. ഈ ഫിഗറിൽ 6 എണ്ണേ ഉള്ളൂ. ശരിക്കും 8 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എന്താ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് റിയൽ വേൾഡിൽ കാണുന്ന എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിളാണ് പെണ്ണ്, ചെയർ, ടേബിൾ, കമ്പ്യൂട്ടർ, വാച്ച് എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അത് റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്, അതിനൊരു സ്റ്റേറ്റും അതുപോലെ തന്നെ ബിഹേവിയറും വേണം. അപ്പോൾ പെണ്ണെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റും ബിഹേവിയറൊക്കെ എന്താ, അത് എഴുതാൻ പറ്റുന്നുണ്ട്, അതിനൊരു കളറുണ്ട്, അതൊക്കെ. പിന്നെ അടുത്തതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒബ്ജക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിക്കാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എന്താ? അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെ കളക്ഷൻസിനാണ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് എസ് ക്ലാസ് എന്ന് വേണം നമുക്ക് പറയാം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ് ക്ലാസ്. അല്ലെങ്കിൽ എന്ത് പറയാം, എ ക്ലാസ് ഇസ് ദ it is a collection of object and it is a logical entity എന്ന് പറയാം. അല്ലെങ്കിൽ a class can also be defined as a blueprint from which you can create an individual object. അല്ലേ, ഒരു ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ടാവുന്ന പറയില്ലേ. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എന്താ, ശരിക്കും ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രൂട്ട് എന്നാണ് ഒരു ക്ലാസ് എടുക്കുന്നത്. ഫ്രൂട്ട് ക്ലാസ്സിൽ എന്തൊക്കെ വരും? മാംഗോ വരും, ഓറഞ്ച് വരും, ആപ്പിൾ വരും. അപ്പോൾ മാംഗോ, ആപ്പിൾ, ഓറഞ്ച് എന്നൊക്കെ പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. ഇതിൻ്റെ കളക്ഷനാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ക്ലാസ്. ഓക്കെ, ഫ്രൂട്ടാണ് ക്ലാസ് എങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും മാംഗോ, ആപ്പിളൊക്കെ. ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിളാണ് നമ്മുടെ ക്ലാസ് എങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ഏതൊക്കെയായിരിക്കും? കാറ്, വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്, കാറ്, വേറെ എന്താ, കാറിൻ്റെ തന്നെ ഐറ്റംസ്, കാറ്, ബസ്, അതൊക്കെയാണ് എന്ത് വരുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു സിംഗിൾ യൂണിറ്റ് ഇസ് നോൺ ആസ് എൻക്യാപ്സുലേഷൻ. റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു സിംഗിൾ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതായത് നമ്മൾ ക്ലാസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഈ എൻക്യാപ്സുലേഷൻ്റെ നമ്മൾ ലൈവ് എക്സാമ്പിൾസ് വരുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ, അതായത് CPPൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ കുറേ ഡാറ്റാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടാവും കുറേ ഫങ്ഷൻസും ഉണ്ടാവും. ഡാറ്റ എന്ന് പറയുന്നത് ഇൻറ്റ് ABC എന്നൊക്കെ പറയുന്ന ഡാറ്റ. ഫങ്ഷൻസ് എന്ന് പറയുന്നത് വോയിഡ് ഫൺ ഓഫ്, അതായത് വോയിഡ് കാൽക്കുലേഷൻ ഓഫ് അല്ലെങ്കിൽ സം ഓഫ് എന്നൊക്കെ കൊടുക്കുന്നതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷനെയും ഡാറ്റയും നമ്മൾ കൂടി ചേർത്തി മീൻസ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിയൽ വേൾഡിൽ നമ്മളൊരു ക്യാപ്സ്യൂൾ എടുക്കാമെന്ന് വിചാരിച്ചു. ക്യാപ്സ്യൂൾ മീൻസ് നമുക്ക് കിട്ടുന്ന ഗുളികയില്ലേ, ക്യാപ്സ്യൂൾ. ഓക്കെ, ആ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ശരിക്കും എന്താ, ആ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ വേറെ കുറേ മെഡിസിൻസിൻ്റെ കമ്പൈൻ ഫോം ആയിരിക്കും ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ എൻക്യാപ്സുലേഷൻ റിയൽ വേൾഡ് എക്സാമ്പിൾ. ഇനി പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകുമ്പോൾ കൂടുതൽ നോക്കാം. ഓക്കെ, എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഡാറ്റയും ഫങ്ഷൻസിനെ ഒന്നിച്ച് ഒരു ഫോമാറ്റിലേക്ക് മാറ്റുക. ഓക്കെ, ഇനി അടുത്തതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അബ്സ്ട്രാക്റ്റ് ഡാറ്റ എന്ന് കേട്ടിട്ടുണ്ടാവും. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇപ്പോൾ യൂസർ എന്താണോ വേണ്ടത് അത് മാത്രം കാണിച്ചിട്ട് ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നതിനാണ് പറയാം. ദാറ്റ് ഈസ് ഹൈഡിങ് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ദ ഫങ്ഷനാലിറ്റി ഈസ് കോൾഡ് അബ്സ്ട്രാക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഫോൺ കോൾ ചെയ്യുന്നുണ്ടോ, നമ്മളിപ്പോൾ ഒരാളെ കോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫോണിൽ നമുക്ക് വേണ്ടത് മീൻസ് ആ ഒരു ഡയൽ പാഡ് വേണം, നമ്പർ അടിച്ചിട്ട് കോൾ പോകണം, അപ്പുറത്താൾ ഫോൺ എടുക്കണം, നമുക്ക് സംസാരിക്കണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കോൾ എങ്ങനെയാണ് നമ്മുടെ സെൽഫോണിൽ നിന്ന് വേറൊരു സെൽഫോണിലേക്ക് എങ്ങനെയാണ് കോൾ പോകുന്നത്, എങ്ങനെയാണ് സിഗ്നൽ പ്രോസസ്സ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസറിന് അറിയേയില്ല, യൂസർ അതൊന്നും കാണുന്നില്ല. അപ്പം അതുപോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള വർക്കിംഗ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് എക്സ്റ്റേണലി നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ. മീൻസ് ഹൈഡിങ് ദ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ദ ഫങ്ഷനാലിറ്റി ഈസ് കോൾഡ് എസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇനി
അടുത്തതാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ അടുത്ത് ആരെങ്കിലും പറയും, മീൻസ് ഇന്ന ആൾ, അതായത് നീ അച്ഛനെ പോലെയാ അല്ലെങ്കിൽ അമ്മയെ പോയാ എന്നൊക്കെ പറയല്ലേ. അതെന്താ ആക്ച്വലി നമ്മുടെ പാരൻറ്റിൻ്റെ എന്തൊക്കെയോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിലും കാണുന്നതിനാണ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. അതായത് ഇഫ് വൺ ഒബ്ജക്റ്റ്, നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെല്ലാം നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ വെൻ വൺ ഒബ്ജക്റ്റ് അക്വയേഴ്സ് ഓൾ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് പാരൻറ്റ് ഒബ്ജക്റ്റ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. അതായത് ഒരു ഒബ്ജക്റ്റ് അയാളുടെ പാരൻറ്റിൽ നിന്നും കുറേ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇൻഹെറിറ്റൻസിൻ്റെ ഒറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ്. അതായത് വേറെ ഒരു പാരൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കും കൂടി കിട്ടുകയെന്ന് വെച്ചാൽ ആ കോഡ് ഇങ്ങോട്ടേക്ക് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഓക്കെ, അതിനാണ് നമ്മൾ കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എന്താ ഒബ്ജക്റ്റ്, എന്താ ക്ലാസ്, എന്താ എൻക്യാപ്സുലേഷൻ, എന്താ ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എന്താ ഇൻഹെറിറ്റൻസ്. എല്ലാം സിമ്പിളാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ എന്തൊരു എൻറ്റിറ്റിക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു, അതുപോലെ ഒബ്ജക്റ്റിൻ്റെ കളക്ഷൻ നമ്മൾ ക്ലാസ് എന്ന് പറയുന്നു. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റും ഫംഗ്ഷനൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിന് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നു. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇൻറ്റേർണലായിട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ഫംഗ്ഷനാലിറ്റി മാത്രം കാണിക്കുന്നതിന് എന്ത് പറയുന്നു, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നു. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് പാരൻറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നു. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് കോഡ് റീയൂസബിലിറ്റിയാണ്. ഇനി വരുന്ന 3 പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പോളിമോർഫിസം, വേറൊന്ന് ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് ലാസ്റ്റ് മെസ്സേജ് പാസിങ്. ഓക്കെ, ഇനി എന്താ ഒരു പോളിമോർഫിസം? ആക്ച്വലി പോളിമോർഫിസം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. 2 വേർഡിൻ്റെ കോമ്പിനേഷനാണ് പോളിമോർഫിസം. പോളി എന്ന് പറഞ്ഞാൽ കേട്ടു, പോളിടെക്നിക് അല്ലെ പോളി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. മോണോ അല്ലെ പോളി. മോണോ എന്ന് പറയുന്നത് ഒന്ന്, പോളി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ. ഓക്കെ, അപ്പോൾ പോളി മീൻസ് മെനി എന്നുള്ള മീനിങ്ങാണ്. മെനി. മോർഫ്സ് എന്ന് പറഞ്ഞാൽ ഫോം എന്നാണ് പറയുക, ഫോം. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ, മിനി ഫോം. അത് മിനി ഫോമാറ്റിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ഒന്നിൽ കൂടുതൽ ഫോമാറ്റിൽ നിൽക്കാനുള്ള കഴിവ്, അതിനാണ് എന്ത് പറയുന്നത്, പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, വെൻ വൺ ടാസ്ക് ഈസ് പെർഫോം ബൈ ഡിഫറെൻറ്റ് വേസ്, അതായത് ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, പോളിമോർഫിസം എന്ന് പറയും. എന്താ പോളിമോർഫിസം, അതിൻ്റെ ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം പിന്നെ. ഓക്കെ, ഇനി C++ൽ നമ്മൾ പോളിമോർഫിസം യൂസ് ചെയ്യുന്ന 2 ഫങ്ഷൻസ് വെച്ചിട്ടാണ്. ഒന്നിനെ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നും ഒന്ന് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നും പറയും. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം എന്ന് വെച്ചാൽ മിനി ഫോംസ് ആണ്. അതായത് ഒരു സാധനം തന്നെ, അതെല്ലാം ഒരു ഒബ്ജക്റ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ഫങ്ഷനാലിറ്റീസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഓക്കെ, ഇനി അടുത്തത് ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് വെച്ചാൽ dynamic binding happens when all information needed for a function call cannot be determined at a compile time, and it is associated with the inheritance and polymorphism. ഡൈനാമിക് ബൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റായി നിൽക്കുന്നതിനാണ് സ്റ്റാറ്റിക്, അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഡൈനാമിക് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പോളിമോർഫിസവും പഠിച്ചു, ഇൻഹെറിറ്റൻസും പഠിച്ചു. അപ്പോൾ പോളിമോർഫിസം എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഫോമിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് നേച്ചറാണ് ആക്ച്വലി അത്. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് വേറൊരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്, അതായത് ഇൻഹെറിറ്റൻസിൻ്റെയും പോളിമോർഫിസത്തിൻ്റെയും കോമ്പിനേഷന് പറയുന്നതാണ് ഇത് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ മെസ്സേജ് പാസിംഗ് മീൻസ് ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ് ഇൻഫർമേഷൻ ടു ഈച്ച് അതർ. അതായത് ഒരു ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഈ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ പാസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കി, പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് കൺസെപ്റ്റ്സും നോക്കി. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ വലിയ എക്സാമ്പിളാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. സിയിൽ ഫംഗ്ഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്, അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ ഊപ്പ് കൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു, ഒബ്ജക്റ്റ്, ക്ലാസ്, എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും
ഒന്നുകൂടെ ക്ലാസ് കേട്ട് നോക്കുക, എവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നോട്ട്സൊക്കെ കറക്റ്റ് എഴുതണം, അറ്റൻഡൻസും മറക്കാണ്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.